കാക്കനാട് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തയാൾ മരിച്ചു. തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിണ്ടിഗൽ സ്വദേശി ബാബുരാജാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഈ കസ്റ്റഡിയിലെടുത്ത ഒരാൾ മരിക്കുന്നു എന്ന ഗൗരവമുള്ള കാര്യമാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ? ദുരൂഹതയുണ്ടോ രാഗിൻ? സൂചിപ്പിച്ചതുപോലെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ രാത്രിയാണ് ഒരു കോൾ വരുന്നത്. അതായത് ഈ തൃക്കാക്കര ചെമ്പുമുക്ക് ഭാഗത്ത് ഒരാൾ സംശയാസ്പദമായ നിലയിൽ കാണുന്നു എന്ന് പറഞ്ഞു. തുടർന്നാണ് പോലീസ് സംഘം അവിടെ എത്തുന്നത്. പോലീസ് സംഘം അവിടെ എത്തി ഒരാൾ അവിടെ നിൽക്കുകയായിരുന്നു. ഈ ബാബുരാജാണ് അവിടെ നിന്നത്. ബാബുരാജ് പക്ഷേ ഈ വാഹനത്തിൽ കയറാൻ ആദ്യഘട്ടത്തിൽ കൂട്ടാക്കിയില്ല. നാട്ടുകാർ തടഞ്ഞു വെച്ച ഒരു അവസ്ഥയിലും കൂടിയായിരുന്നു. എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം നേരെ തൃക്കാക്കര ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ എടുത്തു. തൃക്കാക്കര സാധാരണ ആശുപത്രിയിൽ എത്തിച്ച് തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. മെഡിക്കൽ എടുത്തപ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത് എന്നത് പോലീസ് വ്യക്തമാക്കുന്നു. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. തുടർന്ന് ഏകദേശം ഒരു 2:45 കൂടിയായ ഘട്ടത്തിൽ, പുലർച്ചെ 2:45 കൂടിയായ ഘട്ടത്തിൽ ഇദ്ദേഹം ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നു. തുടർന്ന് ഒരു അപസ്മാരത്തിന്റെ ചില ലക്ഷണങ്ങൾ കാണിച്ചു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും തളർന്ന് അവിടെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. തുടർന്നാണ് ഉടൻ തന്നെ പോലീസ് വീണ്ടും അതേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയപ്പോൾ മരിച്ചിട്ടുണ്ട് എന്നതാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഡിണ്ടിഗൽ സ്വദേശി ബാബുരാജാണ്. ബാബുരാജ് കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവിടെ ഉണ്ട്, ഒറ്റയ്ക്കാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. മാത്രമല്ല ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ പോലീസ് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഇതോടൊപ്പം ഇപ്പോൾ മോർച്ചറിയിൽ മൃതദേഹമുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. ബന്ധുക്കളോട് വരാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം ഈ സംഭവത്തിൽ വളരെ നിർണായകമാണ്. കസ്റ്റഡിയിൽ പോലീസ് എടുത്തയാളാണ് മരിച്ചത്.